ഇന്ത്യ വിഭജനത്തിന് ജിന്ന മാത്രമല്ല കാരണം, ഇന്ത്യയിൽ കോൺഗ്രസിനകത്തും പുറത്തുമുള്ള ഹൈന്ദവവാദികളും അതിന് കാരണമായിരുന്നു. ഹിന്ദു മഹാസഭയടക്കം ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാകണം എന്നൊറ്റ വാക്ക് പറഞ്ഞാൽ മതി, മുസ്ലിങ്ങൾക്ക് ഇന്ത്യ വിട്ടുപോകാൻ അത് മാത്രം കാരണമാണ്. നമസ്കാരം. ചാനൽ 91 ന്യൂസ് പ്രിയ പ്രേക്ഷകർക്കായി ചരിത്രജാലകം തുറന്നിടുകയാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ നിങ്ങൾക്കറിയുന്ന സത്യങ്ങൾ, അറിയാത്ത നിഗൂഢതകൾ. 47-ൽ ഇന്ത്യ എന്ന രാജ്യത്തെ ബ്രിട്ടീഷുകാരിൽ നിന്ന് മോചിപ്പിച്ച ശേഷം സാമ്പത്തിക ശേഷി ഇല്ലാതിരുന്ന, സൈനിക ശക്തി അല്ലാതിരുന്ന, വർഗീയ കലാപങ്ങൾ സർവ്വസാധാരണമായിരുന്ന, ശാസ്ത്രപുരോഗതിയിൽ ഏറെ പിന്നിലായിരുന്ന ഇന്ത്യയുടെ പുനർനിർമ്മാണത്തിനായി ത്യാഗോജ്ജല ആത്മസമർപ്പണങ്ങൾ നൽകിയവരുടെ ജീവിത വെളിപാടുകൾ, രഹസ്യമായിരുന്ന ചില ചരിത്ര ദൗത്യങ്ങൾ ചരിത്രജാലകത്തിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നു. EMS നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ, ആ മന്ത്രിസഭയെ പിരിച്ചുവിടാൻ വേണ്ടിയിട്ട് അദ്ദേഹം കൂട്ടുനിന്നു, അദ്ദേഹം അതിന് തയ്യാറെടുത്തു എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ചേർന്ന ഒരു നടപടിയായിട്ട് പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ഞാൻ മനസ്സിലാക്കുന്നത്, ചരിത്രം എഴുതിയപ്പോൾ ഗോപാൽ അടക്കമുള്ള ആളുകൾ, നെഹ്റുവിനെ കൂടെ നിന്ന് വീക്ഷിച്ചിട്ടുള്ള ആളുകൾ, ഇപ്പോൾ രാമചന്ദ്ര ഗുഹയെ പോലെയുള്ള ആളുകൾ വളരെ കൃത്യമായി പറയുന്നു, അതിലേറ്റവും വേദനിച്ച ആൾ EMS അല്ല, നെഹ്റു ആണ്. ഇന്ദിരാഗാന്ധിയാണ് അത് ചെയ്യിച്ചതെന്നും. പ്രശസ്ത രാഷ്ട്രീയ നിരീക്ഷകനും പരിസ്ഥിതി പ്രവർത്തകനും ചരിത്ര പഠിതാവും ജനകീയ പ്രക്ഷോഭങ്ങളുടെ നേർമുഖവുമായ ശ്രീ CR നീലകണ്ഠനും ചാനൽ 91 ന്യൂസ് ചീഫ് എഡിറ്ററും സാമൂഹിക കാരുണ്യ പ്രവർത്തകനുമായ ശ്രീ TR ദേവനുമാണ് ചരിത്രജാലകവുമായി എത്തുന്നത്.